അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. പുതിയങ്ങാടി പൂരത്തിൻ്റെതാണ് ആ വീഡിയോ. പുതിയങ്ങാടി പൂരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കിടയിലേക്ക് ആന മദമിളകി ഓടി ഒരു മനുഷ്യനെ ഇങ്ങനെ കറക്കി വലിച്ചെറിയുന്നൊരു വീഡിയോയാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? മുസ്ലിം ഉമ്മത്തിനെ നാണം കെടുത്തുന്ന കുറേ മനുഷ്യന്മാരില്ലേ? എത്രമാത്രം മോശമാണിത്! എന്തിൻ്റെ പേരിലാണ് ഈ നടത്തിക്കൂട്ടുന്നത്? ആരാണ് ഈ നടത്തുന്നത്? അള്ളാഹു റബ്ബുൽ ആലമീൻ ബോധം തരട്ടെ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പുതിയങ്ങാടി നേർച്ച എന്നാണ് പേര്. എന്ത് നേർച്ച? ഇതാണോ നേർച്ച? ആണും പെണ്ണും ഒരുമിച്ച് കൂടി നിന്ന് അഴിഞ്ഞാടുന്നതും പേക്കൂത്തുകൾ കാണിക്കുന്നതും ചെണ്ട കൊട്ടുന്നതും ബഹളമുണ്ടാക്കുന്നതും കൂക്കി വിളിക്കുന്നതും DJ ഡാൻസ് കളിക്കലാണ് നേർച്ച. ഇതെന്ത് നേർച്ച? ഏത് ദീൻ പഠിപ്പിച്ച നേർച്ചയാണിത്? എനിക്ക് ഏറെ സങ്കടം തോന്നിയത് വേറൊന്നുമല്ല, ഇതൊരു മഹാൻ്റെ പേരിലാണല്ലോ നടത്തപ്പെടുന്നതെന്നാണ്. ആ മഹത്തുക്കൾ പൊരുത്തപ്പെടുമോ മനുഷ്യരെ? സൂറത്തുൽ ഹജ്ജിലൂടെ അള്ളാഹ് പഠിപ്പിക്കുന്നില്ലേ, വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാൻ്റെ ആ ചിഹ്നങ്ങളെ ആദരിച്ചാലേ നിങ്ങൾക്ക് തഖ്വയുണ്ടാവും. നിങ്ങൾക്ക് തഖ്വയുണ്ടോ, നിങ്ങൾ അള്ളാൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കും. അള്ളാൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ, അവരുമായി ബന്ധപ്പെട്ടതെല്ലാം. അങ്ങനെ ഒരു മഹാൻ്റെ മസാറിന് മുമ്പിൽ നിന്ന് ഈ പേക്കൂത്തുകൾ കാണിക്കുന്ന മനുഷ്യരെ അധമരായിപ്പോയോ നിങ്ങൾ? എവിടെയാണ് നിങ്ങളിൽ തഖ്വ ലവലേശമുള്ളത്? ലൂത്ത് നബിയുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ സൂറത്തുൽ ഹൂദിൽ, അലൈസ മിൻകും റജുലുൻ റഷീദ്. നിങ്ങളിൽ മാന്യനായ ഒരുത്തനുമില്ലേ? അന്തസ്സുള്ള നട്ടലുള്ള ഒരുത്തൻ പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോയോ? ഉണ്ടായിരുന്നെങ്കിൽ ചോദ്യം ചെയ്യുമായിരുന്നില്ലേ അവിടെ? ഇല്ലേ? ഇതില്ലാതെ പോയതല്ലേ ആ പ്രശ്നം? അള്ളാഹു റബ്ബുൽ ആലമീൻ മനോഹരമായി അവൻ്റെ ഒരു വാക്യം പറഞ്ഞു തരുന്നുണ്ട് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. തീർച്ചയായും അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു അത്രേ, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ ഒരു വലിയനെ ആരെങ്കിലും നിസ്സാരമാക്കിയാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യുമെന്നാണ്. എൻ്റെ വലിയനെ ആരെങ്കിലും നിസ്സാരമാക്കിയാൽ അവനോട് ഞാൻ തന്നെ യുദ്ധം ചെയ്യും. അള്ളാഹ് യുദ്ധം ചെയ്താൽ പിന്നെ മുസ്ലിമായി മരിക്കാൻ പറ്റുമോ നിനക്ക്? ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറ്റം പറയുന്ന പരിഹസിക്കുന്ന പുത്തൻവാദികൾക്ക് മാത്രമുള്ളതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ആളുകളാണെന്ന് പറഞ്ഞ് ഇത്തരം പേക്കൂത്തുകൾ നടത്തുന്നവരെ നിങ്ങളും അള്ളാഹുവിൻ്റെ ഔലിയാൻ്റെ ശത്രുക്കളാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വെറുക്കുന്ന ഇത്തരം പേക്കൂത്തുകൾ കാണിച്ചിട്ട് നിങ്ങൾ എന്ത് പേരിട്ടതിനെ വിളിച്ചാലും അത് വെറും തോന്നിവാസമാണ്, താന്തോന്നിത്തരമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഗുരുത്തക്കേട് വാങ്ങാൻ കാരണവുമാണ്. അള്ളാഹു വെറുതെ വിടും മനുഷ്യരെ? നിങ്ങൾ ഉറൂസ് നടത്തിക്കോ, നടത്തണ്ടെന്നൊന്നും പറയുന്നില്ലല്ലോ. മാന്യമായ നിലക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ, അവിടുത്തെ അനുചരന്മാരിൽ, സ്വാലിഹീങ്ങളിൽ നല്ല മാതൃകകളുണ്ട് ഇല്ലേ? ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ശുഹദാക്കളുടെ ഖബറുകളിൽ കൊല്ലം തികയുമ്പോൾ സിയാറത്ത് ചെയ്തിരുന്നു. മഹദിയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൻ്റെ സമയം വരുമ്പോൾ, ആണ്ടിൻ്റെ സമയം വരുമ്പോൾ ഖദീജ ബീവിയുടെ മദ്ഹ് പറഞ്ഞിരുന്നു, ഭക്ഷണം ദാനം ചെയ്തിരുന്നു. ഇതൊക്കെ നമുക്ക് ചെയ്യാം. മഹത്തുക്കളുടെ പേരിൽ ഭക്ഷണം കൊടുക്കാം, മൗലിദ് പാരായണം ചെയ്യാം, ഖുർആൻ പാരായണം ചെയ്യാം, നല്ല കാര്യങ്ങൾ ചെയ്യൂ. ഈ പേക്കൂത്തുകൾ കാണിച്ചിട്ട് ഇതൊക്കെ മഹാന്മാരോടുള്ള മഹബത്താണെന്ന് പറഞ്ഞാൽ ഏത് സുന്നത്ത് ജമാഅത്താണ്, ഏത് മതമാണ് നിങ്ങൾക്കിത് അംഗീകരിച്ച് തരുന്നത്? അവരൊക്കെ ഈ ലിസ്റ്റിൽ പെട്ടുപോയി. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ശത്രുക്കളാക്കുന്നവർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്നവർ, അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളായി തീരുമെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഖുദ്സിയായ ഹദീസ് നമ്മൾ കേട്ടതല്ലേ? ഇവിടെ ഉലമാക്കൾ ശക്തമായി ഇത് പറയുന്നുണ്ട്. ഏതുലമാക്കൾ? സമസ്തയുടെ ഇരുവിഭാഗം സമസ്തയുടെ ഉലമാ, അതുപോലെ തന്നെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ഉലമാ. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതർ, ഇവരൊക്കെ ശക്തമായി ഇത്തരം പേക്കൂത്തുകൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് വിഭാഗം നന്നാകണം. രണ്ട് വിഭാഗം നന്നായാൽ ഉമ്മത്ത് നന്നായി എന്നല്ലേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അല്ലേ? ഒന്ന് ആരാണ്? ഒന്ന് ഉമറാ ആണ്. ഉമറാ പള്ളി കമ്മിറ്റിക്കാർ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമല്ലേ? പള്ളി കമ്മിറ്റി, ഈ പള്ളി കമ്മിറ്റിയൊക്കെ ഭരണമാണ് ഇപ്പോൾ അല്ലേ? പള്ളി ഭരിക്കാൻ വരാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കയറി വരുമ്പോൾ മറ്റൊരുത്തനിരുന്ന് ഭരിക്കുന്നത് കണ്ടാൽ എനിക്കിഷ്ടാവുമോ? ഇത് അള്ളാൻ്റെ പള്ളിയിൽ പണിയെടുക്കാൻ വരുന്നവനാകണം, സേവനം ചെയ്യാൻ വരുന്നവനാകണം, ഭരിക്കാൻ വരുന്നവരാകരുത്.
അങ്ങനെ ഭരിക്കാൻ വരുന്നത് കൊണ്ടാണ് ഇത്തരം പേക്കൂത്തുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പൈസ മാത്രമാകും നിങ്ങളുടെ ലക്ഷ്യം, വേറൊന്നുമില്ല. എത്ര പള്ളികളാണ്, എത്ര മഹല്ലുകളാണ് ഒരു അനക്കമില്ലാതെ, ഒരു ജീവനില്ലാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകൾ കമ്മിറ്റിയിൽ വന്നതിൻ്റെ പേരിൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്ത് തൗബയിലൂടെ പറഞ്ഞു തരുന്നില്ലേ, ആരല്ലാൻ്റെ പള്ളി പണിയെടുക്കണം, പള്ളിക്ക് പണിയെടുക്കണം, പള്ളിയിൽ പരിപാലിക്കണം, ആര് നോക്കണം പള്ളി? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അള്ളാൻ്റെ പള്ളി പരിപാലനം നടത്തുന്നവർ, ഭരിക്കാൻ വരുന്നവരെന്നല്ല. മൻ ആമന ബില്ലാ, ഈമാനുള്ളവൻ വരണം. അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള ആദർശബോധമുള്ളവൻ വരണം. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും ഞാൻ ഈ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ അള്ളാൻ്റെ പള്ളിയിൽ, ആ പള്ളിയോടനുബന്ധമായ കാര്യങ്ങളിൽ ഞാൻ എന്ത് കാണിച്ചാലും എൻ്റെ നാഥൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഉറച്ച ബോധ്യമുള്ളവൻ വരണം പള്ളി കമ്മിറ്റിയിൽ. ഇത് തിരഞ്ഞെടുത്തങ്ങ് വിടുകയാണ്. ഏറ്റവും നല്ല മുതലാളിയാർ, അവനെ പിടിച്ചങ്ങ് കമ്മിറ്റിക്കാരനാക്കും. നാട്ടുകാർ അങ്ങനെ അങ്ങോട്ട് കൈ കഴുകും. അയാളെങ്ങനെ പള്ളി കെട്ടിത്തരുമെന്ന വിചാരം. എവിടെ 5 പൈസ സ്വന്തം കയ്യിൽ നിന്ന് ആ കമ്മിറ്റിക്കാരൻ എടുക്കൂല, പിരിക്കാൻ മാത്രം നടക്കും അല്ലേ? എത്ര മുതലാളിമാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് പള്ളിക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. എനിക്ക് പരിചയമുണ്ട് പലരെയും. ഒരു ബാത്റൂമിലേക്ക് ബ്രഷ് വാങ്ങാനായിട്ട് കോടിക്കണക്കിന് ആസ്തിയുണ്ട്, കയ്യിൽ നിന്ന് എടുക്കൂല. ഏതെങ്കിലും ഒരുത്തം പോകണമെങ്കിൽ പള്ളിയിലേക്ക് കൊടുക്കുക, അല്ല ഊലി ഇരുന്നും പറഞ്ഞ് അവൻ്റെ നിന്ന് പിരിച്ച് മേടിക്കും, കയ്യിൽ നിന്ന് എടുക്കൂല. പിന്നെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കാൻ കുറേ ആൾക്കാരുണ്ട്. എന്തിനാത്? അങ്ങനെ ഒരുത്തൻ അള്ളാഹ്ക്ക് വേണ്ട. അള്ളാൻ്റെ പള്ളി പരിപാലിക്കാൻ വരുന്നോ മതി, അവിടെ സമ്പത്ത് നോക്കാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് അള്ളാഹ് അവസാനം പറയുന്നുണ്ട്, വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാനല്ലാതെ ഒരു പടപ്പിനെ പേടിക്കാത്തവൻ. ഇതെല്ലാം മുതലാളിമാരെയും പേടിക്കും, പുത്തനവാദികളെയും പേടിക്കും, ഒക്കെ പേടിച്ച് ഒരു ഇസ്സത്തില്ലാതെ, ആദർശബോധമില്ലാതെ നിൽക്കുന്ന കുറേ മനുഷ്യന്മാർ, നട്ടലില്ലാത്ത മനുഷ്യന്മാർ, അവരാണിപ്പോൾ പള്ളി ഭരിക്കാൻ നടക്കുന്നത്. ആരാ മക്കളെ നിങ്ങളെ ഭരണം ഏൽപ്പിച്ചത്? നിലപാടുണ്ടോ നിങ്ങൾക്ക്? ഈ നിലപാടില്ലായ്മയല്ലേ ആദർശബോധമുള്ള പല ആളുകളും വഖഫ് ചെയ്തതും അല്ലാത്തതുമായ ഒരുപാട് പള്ളികൾ, ഈമാനികമായി വളരെ ഹൃദ്യമായി മനോഹരമായി നിലനിന്നിരുന്ന പള്ളികൾ ഇന്ന് പലരുടെയും കക്ഷത്തിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തത് നിങ്ങളുടെ ഈ നിലപാടില്ലായ്മയും നട്ടലില്ലായ്മയല്ലേ? അല്ലേ? എനിക്ക് പരിചയമുള്ള പള്ളികൾ എത്ര പള്ളിയുണ്ട്. ഒരു മലയാളി പറയണ്, നമ്മളിപ്പോൾ എങ്ങനെ എല്ലാ ദീനും കൂടെ ചെയ്യുക, മറ്റവരല്ലേ നമ്മളെ ജയിപ്പിച്ചത്, അതുകൊണ്ട് അടുത്ത കൊല്ലം നമ്മളവർ തോപ്പിച്ചാലോ. എടോ, അടുത്ത കൊല്ലം നീ ജീവനോടെ ഉണ്ടാവും, എന്നിട്ടല്ലേ എന്നെ ജയിപ്പിക്കൽ? നാണം കെട്ട വർത്താനം പറയുന്ന കുറേ മനുഷ്യന്മാർ. ഇത് നമ്മളിപ്പോൾ എങ്ങനെയല്ല ദീന് നടത്താം, നമ്മളിപ്പോൾ എങ്ങനെയാണ് ദർസ് നടത്താം, നമ്മളിപ്പോൾ എങ്ങനെയാണ് പരിപാടി നടത്താം. കാരണം എന്താ? അവരല്ലേ നമ്മളെ ജയിപ്പിച്ചത്. അപ്പം നമ്മളത് ചെയ്ത് അവരോട് മോശമല്ലേ? പൊന്നു മോനെ, നീ അള്ളാഹ്ക്ക് നന്ദി കാണിക്കാതെയും, അള്ളാഹ് നിനക്കെല്ലാം തന്നില്ലേ, എന്നിട്ട് നന്നാകാത്തത് എന്താണോ? അള്ളാഹു നല്ല ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. വളരെ വേദനയോടുകൂടെയാണ് ഇത് പറയുന്നത്. മറ്റൊരു വിഭാഗം ഏതാ? 2 വിഭാഗം നന്നായി ഉമ്മത്ത് നന്നാവും എന്ന് പറഞ്ഞേ. ഒരു വിഭാഗം ഉമറ ആണെങ്കിൽ മറ്റൊന്ന് ഉലമാക്കളാ. പള്ളി കൈകാര്യം ചെയ്യുന്ന ഇമാമത്ത് നിൽക്കുന്ന പണ്ഡിതന്മാർ ദീൻ തുറന്നു പറയണം. നിങ്ങളുടെ തല ആരുടെയും അടിയിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കരുത്. ആർക്കും കയറി നിറങ്ങാനുള്ള ഇടങ്ങളാക്കി നിങ്ങളുടെ തല മാറരുത്. ഇസ്സത്ത് വേണം. കേവലം ശമ്പളത്തിന് പണിയെടുക്കുന്ന അടിമകളായി നമ്മൾ മാറാൻ പാടില്ല. ഇസ്സത്തോടെ ദീൻ പറയണം. അതേ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുമോ, നമ്മുടെ ശമ്പളം കിട്ടുമോ, അല്ലെങ്കിൽ ജോലി പോയിടോ? ഭക്ഷണം തരുന്നത് അല്ലാഹു അല്ലേ, റബ്ബുല്ലാലമീനായ തമ്പുരാൻ. ആ വായ കീറിയ റബ്ബ് നിനക്ക് ഭക്ഷണം തരും. അള്ളാഹ് ഏറ്റെടുത്ത കാര്യമാണത്. ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ നീ പട്ടിണി കിടന്ന് മരിക്കില്ല, അള്ളാഹു ഭക്ഷണം തരും. എൻ്റെ പൊന്നുസ്താവന്മാർ എത്ര ആലിമീങ്ങൾ സത്യം തുറന്നു പറയുന്നുണ്ട്. ചിലർ ഇങ്ങനെ മൂടി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചാഞ്ഞും മറിഞ്ഞും ഒക്കെ നിൽക്കുകയാണെങ്കിൽ ആ നിൽപ്പ് കൊണ്ട് രക്ഷപ്പെടില്ല കേട്ടോ. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടായേക്കാം. അള്ളാഹിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ഒരു കാലഘട്ടം വരാനുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ചില ആളുകൾ സമസ്തയെ കുറ്റം പറയുന്നുണ്ട്. ഇത്തരം പേക്കൂത്തുകൾ കാണുമ്പോൾ, നേർച്ചയുടെ പേരിലുള്ള ആഭാസങ്ങൾ കാണുമ്പോൾ കുറേ മനുഷ്യന്മാർ കണ്ടില്ലേ, സമസ്തക്കാർ പറയണ കേട്ടാത്തൊന്നും ഇവിടെ ജിഫ്രീതങ്ങളും അതുപോലെ പാണക്കാടങ്ങളും നന്ദപുര ഉസ്താദൊക്കെയാണ് വന്ന് ഡാൻസ് കളിക്കണത്, പേക്കൂത്ത് നടത്തുന്നതെന്നാണ്. സമസ്ത ശക്തമായി എതിർത്ത കാര്യമാണ് ഈ പേക്കൂത്തുകൾ അല്ലേ? സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമികൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഏത് പള്ളിയിലാണ് ഇത്തരം പേക്കൂത്തുള്ളത്? ഇത് കുറേ രാഷ്ട്രീയക്കാരും, എനിക്കറിയാം ഇപ്പോൾ എറണാകുളം ജില്ലക്ക് അടുത്തുള്ളൊരു പള്ളിയിൽ അവിടെ ഇത്തരം പേക്കൂത്ത് നടക്കുന്നുണ്ട് നേർച്ചയുടെ പേരിൽ. കമ്മിറ്റിയിൽ പേരിനൊരു സുന്നിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സുന്നിയേതര വിഭാഗക്കാരാ. എന്നിട്ട് ഈ പേക്കൂത്ത് നിർത്തിയില്ല. എന്തേ? എത്ര ആലിമീങ്ങൾ വന്ന്, ഇരു സമസ്തയുടെയും നേതാക്കൾ വന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിൽ വന്ന് പ്രസംഗിച്ചു, മക്കളെ ഇത്തരം പേക്കൂത്തുകൾ അള്ളാൻ്റെ ഔലിയാക്കളുടെ പേരിൽ നടത്തല്ലേ. ഇവർ മിണ്ടിയില്ല. ഞങ്ങൾ നടത്തും, ഞങ്ങൾക്ക് വരുത് ചിക്കിളിയാണ്. ഈ നേർച്ചപ്പെട്ടിയൊക്കെ നിരോധിച്ച് ഉമ്മാരുടെ കമ്മിറ്റിയും പൊളിയും, എല്ലാം പൊളിയും. നെറികെട്ട ഇടപാട് അള്ളാൻ്റെ ഔലിയാക്കളുടെ പേരിൽ. ഇതിനാണോ ഇവിടെ ദീനുണ്ടാക്കിയത്? എന്നിട്ട് പുത്തൻവാദികൾ കണ്ടില്ലേ, സമസ്തയാണ്. ഏത് സമസ്ത? അതല്ലാ എന്തല്ല. അതായത് ഇങ്ങനെയൊക്കെ ഒരു അടിക്കാൻ പോസ്റ്റ് നോക്കി അടക്കാണ്. അതിൻ്റെ ഇടയിൽ ചിലർ ഇത് കവർ കെട്ടിപ്പൊക്കലില്ല, യാറത്തില്ല, മക്കത്തുണ്ടോ? മക്കത്തില്ല നിങ്ങളോട് ആരാ പറഞ്ഞത്?
മക്കത്ത് കെട്ടിപ്പൊക്കിയ ഖബറൊക്കെ നിങ്ങൾ വന്നതിന് ശേഷം ഇടിച്ചു പൊളിച്ചതല്ലേ? 100 കൊല്ലം മുമ്പ് ജന്നത്തുൽ ബഖീയിലും മുഅല്ലയിലും കെട്ടിപ്പൊക്കിയ ഖബറുകളായിരുന്നില്ലേ? ഖദീജ ബീവിയുടെ ഒക്കെ ഖബറിന് എന്ത് ഉയരണ്ടായിരുന്നു? ഇന്ന് മുത്തുനബിയുടെ ഖബർ കെട്ടിപ്പൊക്കിയതല്ലേ? ഈ 100 കൊല്ലം മുമ്പ് നിങ്ങൾ ഇടിച്ചു പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പം മക്കത്തുണ്ടോ എന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അതൊക്കെ അതും മാറി മറിഞ്ഞു വരും. ഭരിക്കുന്നതാരാണോ സൗദി, അതിനനുസൃതമായി അവിടെ പലതും നടക്കും. അതല്ലാ, ഇന്നത്തെ ഭരണാധികാരികളുടെ പേക്കൂത്തുകൾ എന്തെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് എത്ര ഉലമാകുന്ന ജയിലിലുണ്ട്. എന്തേ ഇവിടുന്ന് പോയി അവിടെ നിന്ന് തുറന്നു വിടാൻ പറ്റൂല നിങ്ങൾക്ക്? ഇതൊന്നും അല്ല ദീൻ. അള്ളാഹുവിൻ്റെ ഔലിയാ, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ, അവർ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. അവരോട് അനാദരവ് കാണിക്കുന്ന 2 വിഭാഗങ്ങൾ. ഒന്ന് ഇവരെ നിഷേധിക്കുന്ന മനുഷ്യന്മാർ, മറ്റൊന്ന് ഇവരുടെ പേരിൽ പേക്കൂത്തുകൾ കാണിക്കുന്നവർ. രണ്ടും അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്, അള്ളാഹു യുദ്ധം ചെയ്യുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ എന്താണ് സഹോദര, ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് ഡാൻസ് കളിക്കുക, പറയാൻ തന്നെ അറപ്പ് തോന്നാണ്. എന്തെല്ലാം പേക്കൂച്ചുകൾ! അവൃത്ത് പോലും മറക്കാതെ ആണും പെണ്ണും ഒരുമിച്ച് വന്നിട്ട് ഔലിയപ്പാപ്പാടെ നേർച്ചക്ക് പോവാണ്. ഇങ്ങനെ നേർച്ചക്ക് പോകാൻ നിന്നോട് ആരാ പറഞ്ഞത്? ആ മഹാൻ്റെ ഭാഗത്ത് നിന്നുള്ള പൊരുത്തം ഉദ്ദേശിച്ചാണ് ഈ പേക്കൂത്തിന് പോണതെങ്കിൽ അവരുടെ ശാപമല്ലാതെ അവർ പൊരുത്തപ്പെടാത്ത ഈ കാര്യത്തിൽ നിന്ന് കിട്ടൂല കേട്ടോ മക്കളെ. ഇനിയെങ്കിലും മാറി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. സങ്കടം കൊണ്ട് പറഞ്ഞതാന്നേ. ഇതിപ്പോൾ ഇങ്ങനെ ഉസ്താദ് ഇത്ര റൈസാവണം എന്തിനാ ചോദിക്കും, ഒരു സങ്കടം വരിക. കാരണം അള്ളാൻ്റെ ഔലിയാക്കളുടെ പേരിലല്ലേ ഈ പേക്കൂത്ത് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അള്ളാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ദൃഷ്ടാന്തമായിട്ട് നിങ്ങൾ എടുക്കണം. ഇപ്പോൾ ഒരു ആന അവിടെ മതം പൊട്ടി നമുക്ക് കാണിച്ചു തന്നൊരു ദൃഷ്ടാന്താണ്. അള്ളാഹ്ക്കതിഷ്ടല്ല. ഇനിയെങ്കിലും ഈ പേക്കൂത്ത് നിർത്തിയിട്ട് അവിടെയുള്ള ജനങ്ങൾ ഒരുമിച്ചിട്ട്, സുന്നത്ത് ജമാഅത്തിൻ്റെ ജനങ്ങൾ ഒരുമിക്കണം. അങ്ങോട്ട് ചെന്നിട്ട് പറയണം ഇത് നടത്താൻ ഇവിടെ അനുവദിക്കൂല, എന്തിൻ്റെ പേരിലാണെങ്കിലും. അങ്ങനെ ഒരു പരിപാടി അള്ളാൻ്റെ ഔലിയാക്കളുടെ പേരിൽ ഇത്തരം പേക്കൂത്തുകൾ വേണ്ട, മാന്യമായി നിങ്ങൾ നടത്തൂ, മാന്യമായി നടത്താൻ പറയണം. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപത്തിനത് കാരണമാണ്. പടച്ചറബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മത്തിന് അള്ളാഹു ബോധം തരട്ടെ. ഇനി ഇതിൻ്റെ പേരിൽ അടിയിൽ വന്ന് എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് വിഷയമില്ല. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ കൊല്ലം ചങ്ങനാശ്ശേരി പള്ളി ഒരു പേക്കൂത്ത് നടന്നു. പടച്ചോനെ, ചങ്ങനാശ്ശേരി പൂരം എന്താണ് പള്ളിയിൽ ഡിസ്കോയും മറ്റും മറിച്ചതൊക്കെ എന്തെല്ലാം തോന്നിവാസാൻ. ഇതിനെതിരെ സംസാരിച്ച ആലിമീങ്ങളൊന്നും അടുത്ത ജുമാ കണ്ടിട്ടില്ല. പോട്ടെ, അള്ളാഹു ഭക്ഷണം തരൂലേ? ഇപ്പന്മാരാരാ പുറത്താക്കാനായിട്ട്? ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ പുറത്താക്കുമ്പോഴേ ജനങ്ങൾ അവിടെ പോയിരിക്കുകയാണ് അല്ലേ? ഈ നാട്ടിൽ ജനങ്ങളില്ലേ? ലൂത്ത് നബി ചോദിച്ചില്ലേ മക്കളെ, അലൈസ മിൻകും റജുലുൻ റഷീദ്, മാന്യനായ ഒരുത്തം പോലും ഇല്ലേ ഈ നാടുകളിലൊന്നും? അള്ളാഹു ആലം, അള്ളാഹു ബോധം തരട്ടെ. കഴിഞ്ഞ വർഷം ചങ്ങനാശ്ശേരി ചന്ദനക്കൂടത്തിനെതിരെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് എത്ര ഫോൺ കോളുകൾ വന്നു, എത്ര മെസ്സേജുകൾ, പച്ചത്തെറി വിളിക്കുക, എന്തെല്ലാം പറഞ്ഞു. എന്തിന്? ഈ മഹാൻ്റെ പേരിൽ ഈ പേക്കൂത്ത് കാണിക്കല്ലേ എന്ന് പറഞ്ഞതിന്. ഇതാണോ മക്കളെ ദീൻ? ഇതാണോ ദീൻ? ഇന്നിപ്പോൾ ചില ആളുകൾ നമ്മളെ കാഫർ മുശ്രിക്കാക്കാൻ നടക്കണം. അവർക്ക് വോയിസ് ഇല്ല. കാരണം എന്താ? ഇന്നലെ ഒരു മൗലവി ഇന്ന് കരയുന്നത് കണ്ടു. ഞാൻ എത്ര അമ്പലത്തിൽ പോയി തൗഹീദ് പറഞ്ഞതാ, എന്നിട്ട് ആൾക്കാർ എന്നെ അബൂജഹലിനെ പോലെയുള്ള മുശ്രിക്കാണെന്ന് എൻ്റെ കൂടെ നടന്നവർ പറയണു. അതായത് ഈ വിഭാഗം തന്നെ അവരെ മുശ്രിക്കും കാഫിറുമാക്കണം. അതായത് അള്ളാ കമാ തദീനു തുദാൻ, നീ ചെയ്തത് നിനക്ക് തിരിച്ചു കിട്ടും. പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ കാഫിർ മുശ്രിക്കുമാക്കി നടന്ന പൂർത്തില്ലല്ലേ? അള്ളാഹു വലിയവനാണ്, അവൻ തിരിച്ചു വരും. ഏതായാലും എല്ലാവർക്കും അള്ളാഹു ബോധം തരട്ടെ. സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു ഉമ്മത്തിനെ നന്നാക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.